എന്താടാ ഇത്? വളരെ പത്രവായനയൊക്കെയാണല്ലോ. അതല്ല സാർ, ഇത് നമ്മുടെ കള്ളക്കരച്ചിൽ നിൽക്കുന്ന വാർത്ത. കള്ളക്കരച്ചിലിനെ പറ്റിയല്ലേ വായിച്ചത്? കള്ളക്കരച്ചിലായാലും ശരി, എന്ത് അഭിനയമാണെങ്കിലും ശരി, പോലീസ് കണ്ടുപിടിക്കാനുള്ള കേസ് കണ്ടുപിടിക്കും. അതിനി എന്ത് അഭിനയം നടത്തിയാലും. ഇപ്പം നീ കള്ളക്കരച്ചിലിൻ്റെ കഥ പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്നൊരു കാര്യം ഓർത്തു. ഞാൻ സിറ്റിയിൽ ജോലി ചെയ്യുന്ന സമയത്തെ ഒരു സംഭവമാണിത്. ഒരു ദിവസം പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കോൾ വന്നു. വെളുപ്പിന് ഒരു 5 മണി 5:30 കൂടി റോഡ് സൈഡിൽ ഒരാൾ മരിച്ചു കിടക്കും. ഒരു ബൈക്ക് അവിടെ കിടപ്പുണ്ട്, ഒരു കത്തിയുണ്ട്. ഇതാണ് പോലീസ് സ്റ്റേഷനിലേക്ക് കിട്ടിയ വിവരം. പോലീസ് അവിടെ ചെന്ന് നോക്കിയപ്പോൾ അയാളുടെ കയ്യിൽ ഒരു ഐഡൻറ്റിറ്റി കാർഡുണ്ട്. ഐഡൻറ്റിറ്റി കാർഡ് എടുത്ത് നോക്കിയപ്പോൾ അയാൾ നഗരത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്ന ആളാണ്. അയാൾ നൈറ്റ് ഷിഫ്റ്റിന്, അപ്പോൾ അവിടെ വിളിച്ചു ചോദിച്ചു. അപ്പോൾ നൈറ്റ് ഷിഫ്റ്റിന് വരേണ്ട ആളായിരുന്നു, കാണുന്നില്ലായിരുന്നു. അപ്പോൾ അവർ നേരെ വീട്ടിലേക്ക് വിളിക്കാനിരിക്കുകയായിരുന്നു. അവർ നേരെ അവിടെ വീട്ടിലേക്ക് വിളിച്ചപ്പം ഇന്നലെ രാത്രി ഡ്യൂട്ടിക്ക് പോകുന്നതാണ്. ഇയാൾ റോഡ് സൈഡിൽ മരിച്ചു കിടക്കുന്ന വിവരം അവരെ അറിയിച്ചു. അപ്പോൾ അവരെ പറഞ്ഞു തരുന്നതിന് മുമ്പ് തന്നെ അവർ കരഞ്ഞു ബോധം കെട്ട് അവിടെ വീണു. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പാർട്ടി വന്നിട്ട് ഈ മർഡർ കേസിൻ്റെ അന്വേഷണം ആരംഭിച്ചു. അയാൾ ഒരു പ്രധാനപ്പെട്ട സ്ഥാപനം എന്ന് പറഞ്ഞാൽ അന്നത്തെ ഭരണകക്ഷിയുടെ ആളുകളുമായിട്ട് വളരെയധികം ബന്ധമുള്ളൊരു സ്ഥാപനം, നമ്മുടെ നഗരത്തിലെ വളരെ പ്രധാനപ്പെട്ട സ്ഥാപനമാണ്. ഇയാൾക്കവിടെ നൈറ്റ് ഷിഫ്റ്റായിരുന്നു ഡ്യൂട്ടി. ഇയാൾ വളരെ വീട്ടുകാരോട് ചോദിച്ചപ്പോൾ വളരെ സന്തോഷത്തോടുകൂടിയാണ് അന്ന് വീട്ടിൽ നിന്ന് പോയത്. അപ്പോൾ ഈ 2 മുറിവൊക്കെ കണ്ടപ്പോൾ ചിലർക്ക് തോന്നി ഇയാൾ തനിയെ ഇങ്ങനെ കത്തി ഉപയോഗിച്ചിട്ട് ആത്മഹത്യ ചെയ്തതാണോ. ഒരു ചെറിയ കട്ടും ഒരു വലിയ കട്ടുമാണ്. അപ്പോൾ ആദ്യം ഒന്നിങ്ങനെ അരിഞ്ഞ് നോക്കിയതിന് ശേഷം രണ്ടാമത് ആത്മഹത്യ ചെയ്തതാണെന്നൊക്കെ ചിലരുടെ അഭിപ്രായം. ചിലരുടെ അതല്ല മർഡറാണ്. നമ്മൾ പിന്നെ ഇതൊന്നും ശ്രദ്ധിക്കില്ലല്ലോ. നമ്മുടെ തെളിവുകൾ നയിക്കുന്ന വഴി കൂടെയാണല്ലോ നമ്മൾ പോകാറ്. ഇപ്പോൾ CIനെ അറിയിച്ചു. ഞാൻ സ്ഥലത്ത് പോയി നോക്കി. ബൈക്ക് മറിഞ്ഞ് കിടപ്പുണ്ട്. ഇയാളുടെ ബ്ലഡിൽ, ദേഹത്തിൽ മുഴുവൻ ബ്ലഡ് പോയിട്ടുണ്ട്. നേരെ വീട്ടിൽ അന്വേഷിച്ചപ്പോൾ പറഞ്ഞ് രാത്രി വളരെ സന്തോഷത്തോടെ ഇറങ്ങിപ്പോയ ആളാണ്. പോകുമ്പം അയാൾ വന്ന് ഇറങ്ങി ഗേറ്റ് വരെ വന്ന് അനുഗമിച്ച് അവിടെ ഒരു ഉമ്മയും കൊടുത്ത് ആണ് വിട്ടത് എന്നൊക്കെ പറഞ്ഞാണ് ഈ പെൺകുട്ടി കരയണത്. അപ്പോൾ വളരെ സങ്കടം തോന്നി. ചെറുപ്പക്കാരി കുട്ടിയാണ്. ഞങ്ങൾ ഇതിൻ്റെ ബാക്കി നടപടികളുമായിട്ട് കേസിൻ്റെ അന്വേഷണമായിട്ട് മുമ്പോട്ട് പോയി. അന്ന് ചുറ്റുമുള്ള ആൾക്കാരെയൊക്കെ കണ്ട് ചോദിച്ചു. അവിടെ ക്യാമറയൊന്നും അന്ന് ഇതുപോലെ പ്രാബല്യത്തിൽ വന്നിട്ടില്ല. അതുകൊണ്ട് വളരെയധികം വിഷ്വൽസ് ഒന്നും കിട്ടാനുള്ള സാധ്യത നമുക്കില്ലായിരുന്നു. ഇപ്പോൾ രാത്രിയിൽ അതിലേ പോകുന്ന വണ്ടിക്കാർ, അവിടെ പാർക്ക് ചെയ്യുന്ന അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ലോറിക്കാർ, രാത്രി അതിലേ പോകുന്ന മറ്റു ജോലിക്കാർ, സാധാരണ കാണാനുള്ളവർ, ആ സൈഡിലുള്ള കച്ചവടക്കാർ, ഇവരെയൊക്കെ കണ്ടു ചോദിച്ചു. ഒരു തെളിവില്ല ഇയാളെ എങ്ങനെ മരിച്ചുവെന്നും. അപ്പോൾ അവിടെ ഒരു സെക്യൂരിറ്റിക്കാരനെ വിളിച്ചു വെച്ചപ്പം അയാൾ പറഞ്ഞു വലിയ ഒരു അലർച്ച അയാൾ കേട്ടായിരുന്നു, പക്ഷെ പിന്നെ ഒന്നും കേട്ടില്ല. അപ്പോൾ വണ്ടി പോകുന്നതിനോടൊപ്പം തന്നെയാണ് ആ ശബ്ദം കേട്ടത്. അപ്പം അയാൾ അവിടെ ഒരു ബാങ്കിലെ ജോലിക്കാരനാണ്. അപ്പോൾ ബാങ്ക് വിട്ടിട്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പിന്നെ അന്വേഷിച്ചൊന്നും വന്നില്ല എന്ന് പറഞ്ഞു. ഈ കരച്ചിൽ കേട്ടു എന്ന് സെക്യൂരിറ്റി ഗാർഡ് പറഞ്ഞപ്പം ഞങ്ങൾക്കൊരു തോന്നലുണ്ടായി. ആത്മഹത്യ ചെയ്യാൻ പോകുന്ന ആളാണെങ്കിൽ ഇത്രയും വലിയൊരു ശബ്ദം ഉണ്ടാക്കാൻ സാധ്യത കുറവാണ്. ഇത് ഇയാളെ ആരെങ്കിലും ആക്രമിച്ചതാകാൻ വഴിയുണ്ട് എന്ന് ഞങ്ങൾക്കൊരു തോന്നലുണ്ടായി. കാര്യമായ അന്വേഷണം പോകാനുണ്ടായിരുന്നു. വല്ലാത്ത പ്രഷറുണ്ടായിരുന്നു പത്രക്കാരുടെ ഇടയിൽ നിന്ന്, ബാക്കി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന്, മേലുദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന് ഈ കേസ് കണ്ടുപിടിക്കണം നിർബന്ധമായി എന്നുള്ളൊരു പ്രഷർ വരികയും ഞങ്ങളെല്ലാവരും അതിനകത്ത് കാര്യമായി ഇൻവോൾവ് ചെയ്യുകയൊക്കെ ചെയ്തു. അന്ന് രാത്രിയിൽ അവിടെയുള്ള സാധാരണഗതിയിൽ ചെയ്യുന്ന പോലെ ആ മേഖലയിലുള്ള ഗുണ്ടകളെ കാണുക, അവർ അന്നത്തെ എന്തൊക്കെയാണ് ചെയ്തെന്ന് നോക്കുക, ഇയാൾക്ക് ആരോടെങ്കിലും വിരോധമുള്ളവരുണ്ടോ എന്ന് നോക്കുക. അങ്ങനെയൊക്കെ നോക്കിയിട്ട് ഇയാളെ പറ്റി ആർക്കും അങ്ങനെ ഒരു മോശം പറയാനില്ല. ഒരു വലിയ മദ്യപാനിയോ അങ്ങനെ ഒന്നുമല്ല. ഒരു സാധാരണ നല്ല മനുഷ്യനായിട്ടാണ് എല്ലാവരും പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ അന്നത്തെ ദിവസം ഇയാളുടെ ബന്ധുക്കളെയൊക്കെ ചോദിച്ചതിന് ശേഷം ഭാര്യ എടുത്ത് ചെന്നപ്പോൾ ആസ് യൂഷ്വൽ നോർമൽ അവരവിടെ വല്ലാതെ തളർന്ന് കിടക്കുകയാണ്. അപ്പോൾ അന്ന് ചോദ്യം ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ പിറ്റേ ദിവസം അവിടെ പോയി ബാക്കിയുള്ള സാക്ഷികളൊക്കെ കണ്ടതിന് ശേഷം സർക്കിൾ ഇൻസ്പെക്ടറും പാർട്ടിയും കൂടെ വീണ്ടും ഇവരെ ചോദ്യം ചെന്നു. അപ്പോഴും അവർ ഒരു പകുതി അബോധാവസ്ഥയിലുള്ള പോലെ കിടന്നെന്തൊക്കെയോ പുലമ്പുന്നുണ്ടായിരുന്നു. ചേട്ടാ ചേട്ടാ എന്നൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു പ്രത്യേക സിറ്റുവേഷനിലായിരുന്നു. അപ്പോൾ അതിനുശേഷം എനിക്ക് വേറെ ഒരു കേസിൻ്റെ അന്വേഷണമായിട്ട് ഇങ്ങനെ ഒന്ന് പുറത്തു പോകേണ്ടി വന്നു. അപ്പോൾ ഞാൻ ആ കേസിനകത്ത് ഇതിന് സൂപ്പർവൈസ് ചെയ്തതിനോടൊപ്പം തന്നെ മറ്റേ കേസുകൾ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ഒരു 3, 4, 5 ദിവസം കഴിഞ്ഞതിന് ശേഷവും ബാക്കി എല്ലാ അന്വേഷണം നടത്തിയിട്ടും നമുക്ക് ഇയാളെ പറ്റിയുള്ള, ഇവരുടെ കുടുംബജീവിതത്തെ പറ്റിയോ അല്ലെങ്കിൽ ഇയാളുടെ സാമ്പത്തിക ഇതിനെ പറ്റിയോ അല്ലെങ്കിൽ ഇയാൾക്ക് സാധ്യത, ആരാണ് ഒരു ശത്രുവായി വരാൻ സാധ്യതയുള്ള ആൾ എന്നതിനെ പറ്റിയുള്ള ഒരു വിവരവും നമുക്ക് കിട്ടുന്നില്ല. വെറുതെ ഇരുട്ടിൽ തപ്പുന്നു, നമുക്കെതിരെ വാർത്ത വരുന്നു, പോലീസ് ഇരുട്ടിൽ തപ്പുന്നു എന്നൊക്കെ പറഞ്ഞ് വാർത്തയൊക്കെ വരുന്നുണ്ട്. ഈ അന്വേഷണം മുമ്പോട്ട് പോകുന്നില്ല എന്നുള്ള ഒരു സ്ഥിതിയിലെത്തി.
ഒരു 5-6 ദിവസം കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് ഈ കുട്ടിയെ ചോദ്യം ചെയ്തേ പറ്റൂ. കാരണം ഇവരുടെ സാമ്പത്തിക സ്ഥിതിയെപ്പറ്റി, ശത്രുക്കൾ ഉണ്ടാകാനുള്ള സാധ്യതയെപ്പറ്റിയൊക്കെ നമുക്ക് അറിയണമല്ലോ. അപ്പോൾ ഞങ്ങളവിടെ ഞാൻ ഈ പെൺകുട്ടിയെ കാണാൻ വേണ്ടി ചെന്നു. അന്നും ഈ കുട്ടി ബെഡിൽ തന്നെയാണ്. വീട്ടുകാരോട് പറയുന്നു, അവരെ കൊണ്ട് പറയിപ്പിച്ചു. എനിക്കൊന്നും പറയാനില്ല, ഇപ്പോഴൊന്നും എന്നോട് ചോദിക്കരുതെന്ന്. ശരി, ഞങ്ങൾ പോന്നു. 7 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരുടെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തോ എന്ന് ഞാൻ വീണ്ടും CA വിളിച്ച് ചോദിച്ചു. അപ്പം ഇല്ല സർ, അവരിപ്പോഴും കരച്ചിലാണ്. നമ്മളെ അങ്ങോട്ട് കയറാൻ പറ്റാത്ത വിധത്തിൽ ചെല്ലുമ്പോൾ തന്നെ ഭയങ്കര ഉച്ചത്തിൽ കരച്ചിലും പിടിച്ചിലൊക്കെയാണ്. അപ്പോൾ ഒരു 7 ദിവസം നമുക്ക് കഴിഞ്ഞതിന് ശേഷവും പിന്നെ നമുക്കൊരാൾ ഒന്നും മിണ്ടാൻ പറ്റുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്കൊരു അസ്വാഭാവികത തോന്നും. ഇതെന്താണ് ഇങ്ങനെയെന്ന്. അപ്പം ഞാൻ അന്ന് വേറൊരു കേസ് അന്വേഷണത്തിന് പോകുന്ന വഴി CA വിളിച്ചു. ഞാൻ പറഞ്ഞു, ഇന്ന് എന്തായാലും ശരി അവരുടെ മൊഴി എടുക്കണം നമ്മൾ. ഇനി അഥവാ അവർ സമ്മതിക്കുന്നില്ല എങ്കിൽ അവരുടെ വീട് നല്ല പോലെ പരിശോധിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ CA വീണ്ടും ചെന്നു, പാർട്ടിയുമായിട്ട് വനിതാ പോലീസൊക്കെ ആയിട്ട് ചെന്നു. എന്നും പറഞ്ഞ് ഞങ്ങൾ അവരപ്പോഴും ഇത് തന്നെയാണ് പരിപാടി. അപ്പോൾ ശരി, എന്നാൽ ഞങ്ങൾക്ക് നിങ്ങളുടെ അലമാരയും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അടുത്ത അവരിങ്ങോട്ട് ചോദിച്ചത്, അതുവരെ മിണ്ടാതെ കിടന്ന് അവർ ചോദിച്ചു, ഈ മരിച്ചവൻ്റെ വീട്ടിലാണോ പിന്നെ പരിശോധിക്കുന്നത്? നിങ്ങൾ പോയി പ്രതിയെ പിടിച്ചുകൊണ്ട് വന്നു. പറഞ്ഞ് പ്രതിയെ പിടിക്കാനുള്ളൊരു മാർഗ്ഗം ഞങ്ങൾ ആലോചിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സഹകരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഞങ്ങൾ അവമാനിക്കുന്ന രീതിയിലുള്ള അന്വേഷണമൊന്നും വേണ്ട എന്നവരിങ്ങോട്ട് പറഞ്ഞു. കുറച്ച് വിദ്യാഭ്യാസമൊക്കെ ഉള്ളൊരു പെൺകുട്ടിയാണ്. CA പറഞ്ഞു, ഇത് അപമാനം ഒന്നുമല്ല, പക്ഷേ ഞങ്ങളിത് നോർമലായി ചെയ്യേണ്ടുന്ന കാര്യമാണ്. ഞങ്ങൾക്ക് അലമാര ഒന്ന് തുറന്നു തരണം, അതിനകത്ത് ഞങ്ങൾക്ക് നോക്കിയേ കഴിയുള്ളൂ. ഇയാൾ ഇനി വല്ലതും എഴുതി വെച്ചിട്ടുണ്ടോ, വല്ല ബുക്ക് വല്ലതും ഇരിപ്പുണ്ടോ, ഇനി വല്ല മറ്റുള്ളവർക്ക് പണം കടം കൊടുക്കാനുള്ളതോ ഇങ്ങോട്ട് കിട്ടാനുള്ളതോ വേറെ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ, അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് അന്വേഷിച്ചേ പറ്റുള്ളൂ, അവിടെ തുറക്കണമെന്നോ. അവർ നിർബന്ധമായിട്ട് പറഞ്ഞു, എൻ്റെ വീട്ടിൽ അങ്ങനെ പോലീസ് റെയ്ഡ് നടത്താൻ ഞാൻ സമ്മതിക്കില്ല, ഞാൻ പരാതിക്കാരിയാണ്. പരാതി എന്ന് പറഞ്ഞാൽ FIR ഇട്ടത് വേറെ ആരുടെയും മൊഴി വാങ്ങിച്ചാണ്. ഞാൻ പരാതിക്കാരിയാണ്, എനിക്കാണ് പരാതി. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്ന പോലെ അന്വേഷിക്കണം, നിങ്ങൾ പ്രതിയെ പിടിച്ചോണ്ട് വാ, വീട്ടിലെ റെയ്ഡ് നടത്താൻ സമ്മതിക്കില്ല. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ CA അടിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് റെയ്ഡ് അല്ല എന്ന് അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇത് റെയ്ഡല്ല, നമ്മൾ സ്വാഭാവികമായി അന്വേഷിക്കേണ്ടുന്ന കാര്യങ്ങൾ അന്വേഷിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തുറന്നു തരണം, ഇല്ലെങ്കിൽ ഞങ്ങളത് ബലം പ്രയോഗിച്ച് തുറക്കേണ്ടി വരുമെന്ന് പറയും. അപ്പോൾ എന്നെ CA വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞ്, നീ തുറക്കാൻ നോക്കിയില്ലെങ്കിൽ ഞാനങ്ങോട്ട് വരാം, നമുക്ക് ബലം പ്രയോഗിച്ചാണെങ്കിൽ അത് തുറക്കണം, ഇന്നത് കിട്ടിയേ പറ്റൂ. അവർ മേശ തുറന്നു, ഇവരവിടെ തന്നെ കിടക്കുകയാണ്. അവിടെ മുഴുവൻ അരിച്ച് പെറുക്കിയതിന് ശേഷം നേരെ അലമാരയുടെ താക്കോൽ ചോദിച്ചപ്പോൾ താക്കോൽ കാണാനില്ല. അങ്ങനെ കുറേ അധികം തപ്പി നോക്കി കഴിഞ്ഞപ്പോഴേക്ക് അവരുടെ ജനലിൻ്റെ പൊടി പിടിച്ചൊക്കെ കിടക്കുന്ന ജനലിൻ്റെ മുകളിലൊരു പേപ്പറിൽ ചുരുട്ടി ഇത് വെച്ചിട്ടുണ്ടായിരുന്നു, അലമാരയുടെ താക്കോൽ എടുത്തു കഴിഞ്ഞപ്പം ഇവർ വന്ന് എതിർത്ത് നിന്നു, ഇത് തുറപ്പിക്കത്തില്ല എന്ന്. വനിതാ പോലീസിൻ്റെ സഹായത്തോടെ ഇവരെ പറക്കി അങ്ങോട്ട് മാറ്റി നിർത്തിയതിന് ശേഷം അലമാര തുറന്ന് ഇവരുടെ ഡ്രസ്സൊക്കെ എടുക്കാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞു, എൻ്റെ അണ്ടർ ഗാർമെൻറ്റ്സ് ഒക്കെ അവിടെ ഇരിപ്പുണ്ട്, നിങ്ങളതൊന്നും എടുക്കാൻ പറ്റത്തില്ല എന്ന്. അപ്പോൾ വനിതാ പോലീസിനെ കൊണ്ട് തന്നെ ഇത് പതുക്കെ ഓരോന്നായിട്ട് എടുത്ത് കുടഞ്ഞിട്ടു. ഏറ്റവും അവസാനത്തെ സാരിയുടെ തൊട്ട് മുകളിലത്തെ സാരിയുടെ ഇടയിൽ ഒരു സിം കാർഡ് പോലീസിന് കിട്ടി. അപ്പോൾ സിം കാർഡ് കണ്ട് അതെടുക്കാൻ തുടങ്ങിയപ്പോൾ അവർ പറഞ്ഞു, അത് ഉപയോഗമില്ലാതെ കുറേ കാലമായിട്ട് എടുക്കുകയാണ്, ഞങ്ങളത് ഉപയോഗിക്കാറില്ല, അത് പണ്ടെപ്പോഴും ഞാൻ ഉപയോഗിച്ചിരുന്നതാണ്, കളയാൻ വെച്ചിരുന്നതാണെന്ന്. അപ്പോൾ എന്തായാലും CA പറഞ്ഞു, അത് എന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിർബന്ധമായിട്ട് ആ സിം കാർഡ് എടുക്കണം, അവരത് ഒളിച്ചു വെക്കേണ്ട കാര്യമില്ലല്ലോ, അങ്ങനെയെങ്കിൽ മേശപ്പുറത്തൊക്കെ ഇടുകയല്ലേ ഉള്ളൂ, നമുക്ക് ആ സിം കാർഡ് നോക്കിയേ പറ്റുള്ളൂ. അപ്പോൾ ഇവർ സിം കാർഡും കൊണ്ട് പോകാൻ പോയപ്പം ഇവർ കുറച്ച് വയലൻ്റായി, അത് കൊണ്ടുപോകാൻ പറ്റില്ലെന്നോ, എൻ്റെ പേഴ്സണൽ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു, അത് കിട്ടിയേ പറ്റുള്ളൂ, നമുക്ക് ആ സിം കാർഡ് നോക്കണം, നിർബന്ധമാണ്. അപ്പോൾ അവരുടെ എതിർപ്പിനെ അവഗണിച്ചിട്ട് നമ്മൾ കൊണ്ടുവന്നു. അപ്പോൾ ഇവർ ഇടയ്ക്ക് കുറച്ച് ഭീഷണിയൊക്കെ പെടുത്തി, ഞാൻ നാളെ പരാതി കൊടുക്കും, നിങ്ങളിവിടെ വന്ന് എന്നെ അനാവശ്യമായിട്ട് ഉപദ്രവിച്ചു, മരിച്ച ഒരാളുടെ വീട്ടിൽ വന്ന് ഇങ്ങനെയാണ് പെരുമാറുന്നതെന്നൊക്കെ അവർ ചോദിക്കുന്നുണ്ടായിരുന്നു. അയൽക്കാർക്ക് പലരുടെയും മുഖത്ത് നമ്മൾ എന്തോ അതിക്രമം കാണിക്കുന്നു എന്നൊരു തോന്നൽ. ചില ആളുകൾ പറഞ്ഞു, മരിച്ചതല്ലേ ഉള്ളൂ സാറേ, എന്തിനാണ് നിങ്ങൾ ഇവിടെ വന്ന് ഇപ്പോഴും ഈ ശല്യമൊക്കെ ചെയ്യുന്നത്? അപ്പോൾ ഞങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു, ഇത് നമ്മുടെ ജോലിയാണ്, നിങ്ങളിങ്ങനെ പറയരുത്, ഞങ്ങൾക്ക് അത് ചെയ്താലേ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഞങ്ങളിപ്പോൾ ഒരു സിം കാർഡ് കിട്ടിയല്ലോ, അതുകൊണ്ട് പരിശോധിക്കുന്നതിന് ആർക്കെങ്കിലും വിരോധമുണ്ടോ? അപ്പോൾ ചില ആൾക്കാർ കുറച്ച് ബോധമുള്ളവരൊക്കെ പറഞ്ഞു, അത് കൊണ്ടുപോകും, നിങ്ങൾ പോയി നോക്കിക്കോളൂ, ഇങ്ങനെ എപ്പോഴെപ്പോഴും വന്ന് ആ പെൺകുട്ടിയെ ശല്യം ചെയ്തു. ഇല്ല, ഞങ്ങൾ ബാക്കി ഞങ്ങളുടെ മാർഗ്ഗങ്ങൾ നോക്കട്ടെ എന്ന്. ഞങ്ങൾ ആ സിം കാർഡ് കൊണ്ടുവന്ന് നേരെ ഒരു മൊബൈലിട്ടു. നോക്കിയപ്പം ഈ സിമ്മിൽ നിന്ന് മറ്റൊരു നമ്പറിലേക്ക് മാത്രമേ കോളുള്ളൂ, വേറെ ഒരു കോളും ആ സിം കാർഡിലില്ല. നേരെ സൈബർ സെല്ലിലേക്ക് കൊടുക്കുന്നു.
സൈബർ സെൽ അതിൻ്റെ അഡ്രസ്സ് കണ്ടുപിടിച്ചു. അത് ഒരു പുരുഷൻ്റെ നമ്പറാണ്. അപ്പോൾ ഞങ്ങൾ അയാളുടെ അഡ്രസ്സും ഡീറ്റെയിലും ഒക്കെ എടുത്തതിന് ശേഷം ഇവരെന്താണ് ഇയാളെ വിളിക്കാൻ കാരണം എന്നറിയണമല്ലോ. ഫോണിൽ അവരെ വിളിച്ചു. അപ്പോൾ ഒരു ഫോൺ എടുക്കത്തില്ല. വീണ്ടും വനിതാ പോലീസിനെയുമായിട്ട് കൂട്ടി അവിടെ ചെന്നു. അപ്പോൾ ആളുകളോട് ഈ കാര്യം ഒന്നും അവർക്ക് പറഞ്ഞില്ല. അപ്പം നിങ്ങൾ പോയ ഉടനെ തിരിച്ചു വന്നത് എന്താണെന്ന് ചോദിച്ചു. ചില മുറിപ്പൊക്കെ തുടങ്ങി. അവിടെ നാട്ടിലെ ചില ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ പറഞ്ഞു വിട്ടതേ ഉള്ളൂ, നിങ്ങൾ വീണ്ടും ആ കൊച്ചിനെ ശല്യം ചെയ്യാൻ പറ്റണം. അപ്പോൾ ഞങ്ങൾക്ക് അവരോട് പറയേണ്ടി വന്നു, ഞങ്ങൾ അത്യാവശ്യമുള്ള വിവരം കിട്ടിയിട്ടുണ്ട്, അത് അവരോട് ചോദിച്ച് മനസ്സിലാക്കണം, ഞങ്ങളെ അകത്തേക്ക് വിടൂ, പോയി ചോദിക്കട്ടെ എന്ന്. അപ്പോൾ നാട്ടുകാരായ 2 പേരും കൂടെ അകത്തോട്ട് വന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അങ്ങനെ ചോദിക്കാൻ പറ്റില്ല, നിങ്ങൾ പുറത്ത് നിൽക്കണം, ഞങ്ങൾക്ക് ചോദിച്ചാൽ പറ്റും. ചോദിച്ചപ്പം ഈ സിം കാർഡിനെ വിളിക്കുന്ന ഇന്ന ആൾ ആരാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് എനിക്ക് പരിചയമുള്ള ഒരാളാണ്, ഇപ്പോൾ ഞങ്ങൾ ഇടക്കിടക്ക് സംസാരിക്കാറുണ്ട്. അപ്പോൾ ഈ ഫോണിൽ നിന്ന് വേറെ ആരെയും വിളിക്കാറില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല. ഹസ്ബൻഡിനെ വിളിക്കാറുണ്ടോ? ഇല്ല. ഈ സിം കാർഡ് ഇവിടെ ഉള്ളത് ഹസ്ബൻഡിന് അറിയാമോ? അറിയാമായിരിക്കാം എന്ന് പറഞ്ഞു. വളരെ തന്ത്രപരമായ മൊഴിയാണ്. ശരി, ഞങ്ങൾ അപ്പം അയാളെ ഒന്ന് അന്വേഷിക്കട്ടെ എന്ന്. അപ്പോൾ ഇവർക്കൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇയാളുടെ ഈ നമ്പർ ഇവർ കോൾ ചെയ്യുമ്പോഴല്ലാതെ അവർക്ക് കാണാതറിയില്ല. അതാണ് ഒരു ഭാഗ്യമായത്. അല്ലെങ്കിൽ നമ്മൾ പുറത്തിറങ്ങുന്നതിന് മുമ്പ് തന്നെ അയാളെ അവർ അറിയിച്ചല്ലേ. അപ്പോൾ ഇവർ ഭയങ്കര റെസ്റ്റ്ലെസ് ആകുന്നത് ഞാൻ കണ്ടു. ഞങ്ങൾ തിരിച്ച് സ്റ്റേഷനിൽ വന്നു, അഡ്രസ്സ് എടുത്തു, നേരെ ഇയാളുടെ വീട്ടിലേക്ക് പോയി. വീട്ടിൽ പോയിട്ട് വീട് കണ്ടുപിടിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടി. വീടിൻ്റെ പരിസരത്ത് പോയി നമ്മൾ ലുങ്കിയൊക്കെ ഉടുത്ത് 3-4 പേര് അടുത്തുള്ള കടകളിലൊക്കെ പോയി സിഗരറ്റ് വലിച്ചിരിക്കുന്നവരുണ്ട്, മറ്റ് വിശേഷം പറഞ്ഞിരിക്കുന്നവരുണ്ട്, അങ്ങനെ ചായ കുടിക്കുന്നവരുണ്ട്. അപ്പോൾ വീട് കവർ ചെയ്ത് അവിടെ ഇരുന്നു. രാവിലെ പോയതാണ്. ഒരു വൈകിട്ട് 4:30-5 മണിയായപ്പം നമ്മുടെ കക്ഷി അവിടേക്ക് ലാൻഡ് ചെയ്തു. എവിടെയോ പോയിട്ട് വരുന്ന വഴിയാണ്. വന്ന് വീടിനകത്തേക്ക് അയാൾ പ്രവേശിക്കുന്നത് കണ്ടപ്പം നമ്മൾ വീടിൻ്റെ കൂടെ കയറി പിടിച്ചു. അപ്പോൾ വരാൻ പറഞ്ഞു. അപ്പോൾ അയാൾ വരത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഈ പെണ്ണിൻ്റെ പേര് പറഞ്ഞു. അപ്പോൾ അവളുടെ മൊബൈലിൽ നിന്ന് നിങ്ങളുടെ നമ്പർ കിട്ടിയിട്ടുണ്ട്, അവിടെ ഹസ്ബൻഡ് കൊല്ലപ്പെട്ടു, നിങ്ങൾക്ക് എന്താ അറിയാമെന്ന് അറിയാൻ വേണ്ടി വന്നതാണ്, ഞങ്ങളുടെ കൂട്ടത്തിൽ വരണമെന്ന്. വരില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ബലം പിടിച്ചു. അപ്പോൾ അവിടെ വീട്ടുകാരൊക്കെ കൂടിയപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ ഒരു കൊലക്കേസ് സംബന്ധിച്ച് സംശയമുള്ളതുകൊണ്ട് കൊണ്ടുപോകണം, അയാൾ കുഴപ്പക്കാരനല്ലെങ്കിൽ പറഞ്ഞുവിടും, ഞങ്ങളിപ്പോൾ കൊണ്ടുപോകുന്ന വിവരം നിങ്ങൾ വേണമെങ്കിൽ ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിലൊക്കെ അറിയിച്ചോളൂ, ഞങ്ങളവിടെ അറിയിച്ചിട്ടേ പോളൂ, നിങ്ങളുടെ ബാക്കി നടപടികൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അയാളെ കൊണ്ടുവന്ന് ചോദ്യം ചെയ്യൽ ആരംഭിച്ചു. കഴിഞ്ഞപ്പം അയാൾ എവിടെയാണ് ജോലി എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് നഗരത്തിലെ തന്നെ ഒരു കടയിലായിരുന്നു ജോലി. നേരെ ഞങ്ങൾ ആ കടയിലേക്ക് ചെന്ന് ഇയാളുടെ ഫോട്ടോ കാണിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞ് ഇയാൾ ഇവിടെ ജോലി ചെയ്യുന്നതാണ്, ഇയാൾ മാത്രമല്ല കൊല്ലപ്പെട്ട ആളിൻ്റെ ഭാര്യയും ഇവിടെ തന്നെയാണ് ജോലി ചെയ്യുന്നത് എന്ന് മനസ്സിലായി എന്ന് അവർ പറഞ്ഞു. അപ്പോൾ ഇവർ തമ്മിൽ പരിചയമുണ്ട്. 1.5 വർഷമായിട്ട് ഇവർ 2 പേരും കൂടിയാണ് ആ കടയിൽ ജോലി ചെയ്യുന്നത്. അപ്പോൾ കടക്കാരൻ്റെ സംസാരത്തിൽ നിന്ന് തന്നെ ഇവർ തമ്മിൽ എന്തോ ഒരല്പം അടുപ്പം കൂടുതലുള്ളത് പോലെ തോന്നി. അപ്പോൾ ഇയാളിൻ്റെ മൊബൈൽ നമ്പർ എടുത്തിട്ട് സൈബറിൽ കൊടുത്തു. തലേ ദിവസം ഇയാൾ എവിടേക്ക് പോയി, ഇയാളുടെ ലൊക്കേഷൻ എവിടെയായിരുന്നു എന്നൊക്കെ നമ്മൾ ചോദിച്ചു. അപ്പോൾ സൈബർ പറഞ്ഞത് ഈ വഴിയിലൂടെ അന്നത്തെ ദിവസം ഇയാൾ പോകുന്നതിനോടൊപ്പം തന്നെ ഇവൻ്റെ മൊബൈലും സഞ്ചരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞങ്ങൾ അയാളോട് ചോദിച്ചു, നീ എന്തിനാണ് ആ വീട്ടിലേക്ക് പോയത്, അവിടെ പോയത് എന്തിനാണ്? അപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ വീട്ടിൽ പോയിട്ടില്ല, സാറോട് ചോദിച്ച് നോക്കും. പിന്നെ എന്ത് ചെയ്തു? കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ അയാളോട് കൂടുതൽ പ്രസ് ചെയ്ത് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ ഈ ചേട്ടൻ്റെ പുറകിലിരുന്ന് വഴിയിൽ വെച്ച് ചേട്ടൻ്റെ ഭാര്യ പറഞ്ഞതനുസരിച്ച് ഞാനാണ് അദ്ദേഹത്തിൻ്റെ ബൈക്കിൻ്റെ പുറകിലിരുന്ന് വന്നത്. അപ്പോൾ പരിചയക്കാരായതുകൊണ്ട് ഞാൻ വഴിയിൽ നിന്ന് കൈ കാണിച്ചപ്പം എന്നെ കയറ്റിക്കൊണ്ട് വന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞത് ഞങ്ങൾ തമ്മിൽ ഭാര്യ ഭർത്താക്കന്മാരെ പോലെയാണ് കഴിഞ്ഞിരുന്നത് കഴിഞ്ഞ 1.5 വർഷമായി. ഞാൻ ജോലി ചെയ്ത് കിട്ടുന്ന പണം കൂടുതലും അവർക്ക് തന്നെയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഞങ്ങൾ തമ്മിൽ വളരെ സ്നേഹത്തിലായിരുന്നു. ഭർത്താവ് രാത്രി ഡ്യൂട്ടിക്ക് പോകുന്നതിന് ശേഷം ഞാൻ അവിടെ പോയാണ് കിടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ കുറേ കാലമായി ഇയാൾക്ക് ഒരു സംശയം തോന്നാൻ തുടങ്ങി. അതുകൊണ്ട് ഇനി നമുക്ക് അയാളെ വെക്കേണ്ട, അയാളെ തീർത്ത് കളയണമെന്ന് അയാളുടെ ഭാര്യ തന്നെ എന്നോട് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ ദിവസം ഇയാൾ ഡ്യൂട്ടിക്ക് പോകുമ്പം എന്നെ ഫോൺ വിളിച്ചിട്ട് വഴി നിൽക്കാനും വഴി നിന്നിട്ട് അയാളുടെ കൂട്ടത്തിലേക്ക് കയറി പോകാനും ഇടയ്ക്ക് വെച്ച് അയാളെ കൊലപ്പെടുത്താനും ഞങ്ങൾ ഒരുമിച്ച് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അന്നത്തെ ദിവസം ബൈക്കിൽ കയറി പോകുന്നത്. ഇടയ്ക്ക് വെച്ച് വേറെ ആരും കണ്ടില്ല. ഞാൻ വഴിയിൽ നിന്ന് കൈ കാണിച്ച് കയറിയാണ് വന്നത്. വഴിയിൽ കൈ കാണിച്ച് വന്നിട്ട് ഇരുട്ട് ഉള്ളൊരു സ്ഥലത്ത് വന്നപ്പം ഞാൻ പറഞ്ഞു ചേട്ടാ ഒന്ന് വണ്ടി നിർത്തണം എന്ന് പറഞ്ഞു. അപ്പോൾ എന്നും പറഞ്ഞ അയാൾ
സ്ലോ ചെയ്തതിന് ശേഷം പുറകോട്ട് തിരിഞ്ഞ് നോക്കിയ സമയം കൊണ്ട് ഞാൻ കത്തി ഊരി കൈ പിടിച്ചിരിക്കായിരുന്നു. അതുകൊണ്ട് അയാളുടെ തൊണ്ടയുടെ ഭാഗത്ത് കത്തി വെച്ച് വലിക്കും. അപ്പോൾ ആദ്യമൊന്ന് വലിച്ചപ്പോഴത്തേക്ക് എനിക്ക് തോന്നി അതത്ര ശരിയായില്ലെന്ന്. പക്ഷേ അയാൾ അപ്പം തന്നെ ചാടി ഇറങ്ങി ബൈക്കിന് അവിടെ തന്നെ മറിഞ്ഞു വീണു. അയാൾ ഓടി. ഞാൻ അയാളുടെ പുറകെ ഓടിച്ചിട്ട് പിടിച്ചു, മുടിക്ക് പിടിച്ചു. അയാൾ താഴെ വീണു. ആ സമയം കൊണ്ട് കഴുത്തിൻ്റെ മുൻഭാഗത്ത് ഞാൻ കത്തി വെച്ച് വലിച്ചു. അത് അയാളുടെ കഴുത്ത് മുറിഞ്ഞ് ചോര ശക്തിയായിട്ട് ഒഴുകുന്നത് കണ്ട് ഞാൻ കത്തി വലിച്ചെറിഞ്ഞതിന് ശേഷം നടന്ന് കുറച്ച് മുമ്പോട്ട് പോയി. ഒരു ബൈക്ക് കണ്ടു. അയാൾ ലിഫ്റ്റ് ചോദിച്ചു. ഞാൻ രക്ഷപ്പെട്ടു പോകാനുണ്ടായത്. അപ്പം ഇനി തുടർന്ന് ഇയാൾ അറിഞ്ഞാൽ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം തുടർന്ന് പോകാൻ കഴിയാതെ വരും. അതുകൊണ്ട് ഇയാളെ തീർത്തേക്കാൻ അവർ പറഞ്ഞു. ഞാനത് സമ്മതിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൊല ചെയ്തതെന്ന് അവൻ മൊഴി തന്നു. പിന്നെ ഞങ്ങൾ അവനെ എടുത്തുകൊണ്ട് അവരുടെ വീട്ടിലേക്ക് ചെന്നു. അവനെ കണ്ടതോടുകൂടി ഇവരുടെ കരച്ചിലൊക്കെ തീർന്നു. ഞങ്ങൾ അവരുടെ അടുക്ക കൊണ്ടുവന്ന് ചോദിച്ചു. ഇവൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞോളാൻ പറഞ്ഞു. അവൾ പറഞ്ഞ മറുപടി ഞങ്ങൾ ഒരുമിച്ചാണ് തീരുമാനിച്ചത്. എനിക്ക് അയാളെ കൊണ്ട് ഇനി ഒരു കാര്യമില്ല. അയാൾ വെറുതെ എന്നെ വേണ്ടത്ര സ്നേഹിക്കുന്നില്ല. ഇവൻ തരുന്ന അത്രയും സ്നേഹം എനിക്ക് അയാൾ തരുന്നില്ല. അതുകൊണ്ട് അയാളെ തീർക്കാൻ ഞാൻ തീരുമാനിച്ചതാണെന്ന് പറഞ്ഞു. വളരെ നിസ്സാരമായൊരു കാരണമാണ് എനിക്ക് തോന്നിയത്. അവൾക്ക് ഇയാളോട് തോന്നിയ, പുതിയ കാമുകനോട് തോന്നിയ ഒരു ഫാസിനേഷൻ കൊണ്ടാണ് മറ്റേ ഒറിജിനൽ ഭർത്താവിനെ കൊന്നുകളയാൻ തീരുമാനിക്കുന്നൊരു മാനസികാവസ്ഥയിലേക്ക് പോയത്. പിന്നെ അവൾക്ക് മാക്സിമം റെസിസ്റ്റ് ചെയ്യാൻ നോക്കി. അവർ പത്രങ്ങളിൽ നിന്നും അല്ലാതെയൊക്കെ കിട്ടിയ അറിവ് ഒക്കെ ഉപയോഗിച്ച് പോലീസിനെ അകറ്റി നിർത്താൻ നോക്കി. എങ്കിലും ഒരുപാട് അഭിനയമൊക്കെ നടത്തിയെങ്കിലും ഞങ്ങൾക്ക് ആ കേസ് പൊളിക്കാൻ കഴിഞ്ഞു. ഒരു പക്ഷേ ആ സിം കാർഡ് കിട്ടിയില്ലായിരുന്നെങ്കിൽ ആ കേസ് ഒരിക്കലും തെളിയാതെ അവശേഷിക്കും. അപ്പോൾ ഒരു കള്ളക്കരച്ചിൽ കൊണ്ട് ഒരു കേസിന് വഴിത്തിരിവായല്ലേ? ഈ കള്ളക്കരച്ചിലായാലും എന്ത് മികച്ച ഭാവാഭിനയമാണെങ്കിലും നമ്മൾ കേസിനെ അതിൻ്റെ ശാസ്ത്രീയമായ രീതിയിൽ അവലോകനം ചെയ്ത് വരുമ്പം നമുക്കവിടെ എത്താൻ കഴിയും. ഈ മികച്ച ഭാവാഭിനയം കൊണ്ടൊന്നും കേരള പോലീസിനെ കബളിപ്പിക്കാൻ പറ്റില്ല. പോലീസിൽ തന്നെ ഒരുപാട് അഭിനയിക്കാറുണ്ട്. ഞങ്ങൾ ഭയങ്കരമായിട്ട് അഭിനയിക്കാറുണ്ട് ആളുകളുടെ ഇടയിൽ. ചിലപ്പോൾ ദേഷ്യം കാണിക്കുമ്പോഴോ, ചിലപ്പോൾ അവരോട് ഇടപഴകുമ്പം അവരോട് ഭയങ്കരമായ വാത്സല്യം കാണിക്കുമ്പോഴൊക്കെ ഞങ്ങളുടെ മനസ്സിൽ ആ വികാരമായിരിക്കില്ല. ഒരാളോട് ചിരിച്ചുകൊണ്ട് സംസാരിക്കുമ്പം അയാൾ നമ്മളെ ചീത്ത പറയുമ്പോൾ നമ്മൾ അയാൾക്ക് ചിരിച്ചുകൊണ്ട് സംസാരിച്ചു കഴിയും. അപ്പോൾ പലപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ സമചിത്തതയോടുകൂടിയായിരിക്കും ഈ കാര്യങ്ങളെ വിശകലനം ചെയ്യുക. അപ്പോൾ അങ്ങനെ പറ്റിക്കാൻ പോയാലും സാഹചര്യങ്ങൾ നമ്മളെ എങ്ങോട്ടേക്കാണ് കൊണ്ടുപോകുന്നത് നമ്മളെപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിനകത്ത് ഒരു കള്ളക്കരച്ചിൽ കൊണ്ട് ചിലപ്പോൾ വേണമെങ്കിൽ കുറച്ച് കാലം തടഞ്ഞു നിർത്തിയെങ്കിലും ആ കരച്ചിലാണ്, അമിതമായ ആ കരച്ചിലാണ് ഈ കേസിനെ ഉണ്ടാക്കി തീർത്തത് എന്നതാണ് സത്യം. പുതിയൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.